ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴത്തട കൊണ്ടുള്ള തോരനാണ്. അതിനായിട്ട് ആദ്യം വാഴത്തട ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ അതിന് വേണ്ട ചേരുവകൾ: തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില. ഇതത്രയും ഒന്ന് ചതച്ചെടുക്കണം ചെറുതായിട്ട്. പിന്നെ അതിന് കടുക് താളിക്കാനുള്ള ഉഴുന്നുപരിപ്പ്, മുളക്, കറിവേപ്പില, കടുക്. ഇത്രയാണ് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് ഈ വാഴപ്പിണ്ടി തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യമായി പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇടാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി നമ്മളിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ വലിയും എല്ലാം കളഞ്ഞിട്ട് നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിന് ശേഷം വേകാനായിട്ട് അടച്ചു വയ്ക്കാം. ഇനി തോരത്തിനുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. ആദ്യമായി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി. ഇത്രയാണ് തോരത്തിന് ആവശ്യമായിട്ടുള്ള കൂട്ടിനാവശ്യം. ഒരു മിക്സിയിലിട്ട് 2 പ്രാവശ്യം ഒന്ന് അടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നുകൂടി ചതച്ച് പിണ്ടി തോരനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി വാഴപ്പിണ്ടി നമുക്കൊന്ന് അല്പം ഒന്ന് വാടിയ ശേഷം ഒന്ന് ഇളക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അവരവരുടെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് വീണ്ടും അത് നന്നായിട്ട് വേഗുന്നതിന് വയ്ക്കാം. നമ്മുടെ വാഴപ്പിണ്ടി വെന്തിട്ടുണ്ട്. ഇനി അതിൽ കൂട്ട് ചേർക്കാം. ഇളക്കി
2 മിനിറ്റ് അടച്ച് വെച്ച് കൂട്ടൊന്ന് ചൂടായ ശേഷം നമുക്കത് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി ഇത് വാഴപ്പിണ്ടി വേവ് കൂടുതലുള്ള സാധനം, ഇച്ചിരി വേവുള്ളതാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. വേവിച്ചതിന് ശേഷമാണ് ഈ കൂട്ടിടേണ്ടത്, അല്ലെങ്കിൽ പിണ്ടിക്ക് ഇച്ചിരി വേവ് കുറവായിരിക്കും. ശരി, അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇളക്കി നന്നായി വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് വരെ നമ്മൾ അടച്ചിട്ട് പിണ്ടി വേവിച്ചിട്ടുണ്ട്. കൂട്ടിട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കൂട്ടി ചൂടാവാനായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി.